അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. സീരിയൽ നമ്പർ 07/2024 റിക്രൂട്ട്മെന്റ് ഫോർ വാരിയസ് പോസ്റ്റ് ഓഫ് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് വിവിധങ്ങളായിട്ടുള്ള യോഗ്യതയായിരുന്നു പറഞ്ഞത്. +2, അതുപോലെ തന്നെ +2+ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള യോഗ്യതകളായിരുന്നു ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ സീരിയൽ നമ്പർ 07/2025 മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിലേക്കുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, അതായത് ഇതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 10 സെപ്റ്റംബർ 2025 മുതൽ ഏകദേശം 12 സെപ്റ്റംബർ 2025 വരെ ഇതിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നുണ്ട്. ഉടനടി തന്നെ ഇതിൻ്റെ എക്സാം നടക്കാൻ പോവുകയാണ്. അപേക്ഷിച്ചവരൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിക്കാണുമെന്ന് കരുതുന്നു. ഒന്ന് ശ്രദ്ധ കൊടുക്കുക. അടുത്ത മാസം 10-ാം തീയതി മുതൽ ഇതിൻ്റെ പരീക്ഷയാണ്. 10 മുതൽ 12 സെപ്റ്റംബർ 2025 വരെയാണ് പരീക്ഷ നടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സിറ്റി, അതുപോലെ തന്നെ എക്സാമിനേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എക്സാമിൻ്റെ 10 ദിവസം മുമ്പാണ്. ഫോർ എക്സാമ്പിൾ സെപ്റ്റംബർ 1 അല്ലെങ്കിൽ 2 ആ ഒരു ഡേറ്റിൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ 3-ാം തീയതിയോ നിങ്ങൾക്കറിയാം. കാരണം 12 സെപ്റ്റംബർ 2025 വരെ എക്സാം ഉള്ളൂ. ഇതിലേതെങ്കിലും ഒരു ഡേറ്റിലായിരിക്കും നിങ്ങളുടെ എക്സാം ഡേറ്റ് എവിടെയാണ്, സിറ്റി എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഡേറ്റ് എപ്പോഴാണ്, സിറ്റി എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 10-ാം തീയതിയാണ് പരീക്ഷയെങ്കിൽ അതിൻ്റെ 4 ദിവസം മുമ്പ് മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 6 or 7 ആ ഒരു ടൈമിന് മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാം പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള GK ജനറൽ നോളജ് ആവശ്യമാണെങ്കിൽ നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. 1000 ജനറൽ നോളജ്, അതെല്ലാം എല്ലാ പരീക്ഷയ്ക്കും ഉപകരിക്കുന്ന രീതിയിലാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാം. ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് മേഖലയിലേക്കുള്ള, അതായത് ഒരുപാട് പോസ്റ്റിലേക്കുള്ള ഇതൊക്കെ PDF കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് വാങ്ങി പഠിച്ചവർക്ക് അത് ഉപകരിച്ചിട്ടുണ്ട്, ലിസ്റ്റിൽ വരാനൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 10 സെപ്റ്റംബർ മുതൽ 12 സെപ്റ്റംബർ 2025 വരെയാണ്. ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. സോ മാക്സിമം ഇത് അപേക്ഷിച്ചവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. ഇനി റെയിൽവേൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രോപ്പറായി ലഭിക്കാനായിട്ട് നമ്മളെ ഫോളോ ചെയ്താൽ മാത്രം മതി.